സത്യഭാമ, പത്മിനി, നിങ്ങളുടെ പേരൻസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ മാഡം. ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ്. ഹായ് അച്ഛൻ. അച്ഛാ. അച്ഛാ. സത്യയുടെ അച്ഛൻ. മോളെ, ഇപ്പൊ സന്തോഷായില്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷമായി അച്ഛാ. സത്യഭാമയുടെ ഗാർഡിയൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് തുടങ്ങി. പക്ഷേ പ്രധാന ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ പത്മിനിയുടെ പേരൻസ് കൂടി മാത്രമേ വരാനുള്ളൂ. ഇപ്പൊ വരും. ഇനിയിപ്പോ അത് നോക്കണ്ട, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. മോളെ, അവിടെ പോയിരുന്നു. അച്ഛൻ 1-2 ഫോൺ ചെയ്യാനുണ്ട്. ശരി അച്ഛാ. കണ്ടില്ലേ, എന്റെ അച്ഛനെ കണ്ടില്ലേ? പപ്പി, എന്റെ അച്ഛൻ വന്നു. ഹലോ മാഡം. അനു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞു പോയാലേ വിഷ്ണുവേട്ടന്റെ വാഹനം ഇതുവഴി വരാൻ പാടുള്ളൂ. ഓക്കെ മാഡം. ഓക്കെ, സംഗതി സക്സസ്. രാമേട്ട, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ബോർഡുകൾ എടുത്ത് സ്ഥലം വിടാം. ശരി. ഈ വഴി കറക്റ്റ് വഴി തന്നെയാണോ? ഏരോ വെച്ചിരുന്ന വഴിയിലൂടെ ആണല്ലോ നമ്മളിപ്പോ പോകുന്നത്. വേറെ ഇടത്തേക്കും വഴി തിരിഞ്ഞിട്ടുമില്ല. എടാ, ഇങ്ങനെ നാട് ചുറ്റി നടന്നാൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എന്റെ അമ്മ, ഇങ്ങനെ ഒരു റോഡ് പണി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ഈ വഴി വന്നതല്ലേ. അതിന് നമ്മൾ വരുന്ന വഴിക്കും റോഡ് പണിയൊന്നും കണ്ടില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ ആരെങ്കിലും കൊണ്ട് ബോർഡ് വെക്കും. ഇനി സംശയിച്ച് സ്പീഡ് കുറയ്ക്കണ്ട. വണ്ടി വേഗം നേരെ തന്നെ വിട്ടോ. ചിലപ്പോ ഈ റൂട്ട് ശരിയായിരിക്കും. ഇനിയിപ്പോ വേറെ നിവർത്തിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരമൊരുക്കിയ ബഹുമാന്യായ HM-നും ഇവിടുത്തെ അധ്യാപകർക്കും പിന്നെ പഠിച്ചു മിടുക്കരായ നമ്മുടെ കുട്ടികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
അടുത്തതായി രമേശ്. അച്ഛ, ഇതാ ഞാൻ പറയാറുള്ള രമേശ്. ഹലോ രമേശ്. നീയല്ലേ പറയാറ് എനിക്ക് അച്ഛനില്ലെന്നും ഒരിക്കലും വരില്ലെന്നും? കാണ്, കണ്ണ് തുറന്നു കാണ്, ഇതാണ് എന്റെ അച്ഛൻ. എനിക്ക് കിട്ടിയ അവാർഡാ ഈ നിൽക്കുന്ന എന്റെ അച്ഛൻ. ഇനി നീ പോയി നിന്റെ അവാർഡ് വാങ്ങിച്ചോ. രമേശും ഗാർഡിയനും അവാർഡ് വാങ്ങിക്കാനായി വേദിയിലേക്ക് വരണം. പാടമോനെ. മോളെ, അച്ഛൻ അല്പം തിരക്കുണ്ട്. വാ, നമുക്ക് പോവാം. പപ്പി, വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കാം.